അത് തന്നെ. ഇനി ആ മരം ചാരി നിന്നിട്ടൊരു പോസാ. ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ സിനിമ നടന്മാരും തോറ്റു. പറഞ്ഞിട്ടെന്ത് കാര്യം? പല്ലുപോയ സിംഹമല്ലേ ഞാനിപ്പോ. ഡോക്ടറെ, എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ എന്റെ കേസ് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. എന്ന് ചികിത്സ തുടങ്ങാം? അതിപ്പോ നോക്കട്ടെ, ഞാൻ ചിലപ്പോ ഒരാഴ്ച. അത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ഓരോ കോപ്പി എനിക്കൂടെ തരണം. ബോറടിച്ചിരിക്കുമ്പോ എടുത്ത് നോക്കാമല്ലോ. ജബ്ബാറെ, ഡോക്ടറെ കൊണ്ട് വിട്ടോ. വാ. സംഗതി ആകെ കുളവായിരിക്കുവാണ്. ആ ഡോക്ടർ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തുണ്ടായി? അയാൾ ഫോട്ടോ എടുത്തത് അണ്ണന്റെ ഭാവങ്ങൾ പഠിക്കാനാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ആ ഫോട്ടോ ആഴ്ചപ്പതിപ്പ് കൊടുത്തിരിക്കുന്നു. അണ്ണൻ ജോസഫ് മാതിനെ കൊന്നു കാണുമെന്നും ഈ കഞ്ചാവ് വീരനെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കും. നമസ്കാരം. പറഞ്ഞില്ലേ? ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സാർ, സമയമാകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, രാമനാഥ് സാർ ഞങ്ങളെ അറിയാം. പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടില്ലേ? ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാം സാർ. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരം മാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ, ഡോക്ടറെ, ചതിയ വഞ്ചക, എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തത് അല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും ചത്തോ? എന്താ നിങ്ങക്ക് വേണ്ടത്? ആ, ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ? കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഓ, അത് ശരി. താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഇവിടേക്ക് നിങ്ങളെ ആരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയില്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്ക്. അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലാവുന്നു കാണണമല്ലോ. കാണണ്ടോ? ഇറക്കി വിടറോ, ഇറക്കി വിടേ. ഇറക്കി വിടേ. നശിച്ചവനെ, നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനാടാ അത്? അത് ആകെ കൂടെ അലങ്കോലാക്കിയല്ലോ എന്റെ ഈശ്വര. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്, പുറത്തേക്ക് വാ. കേറ് വണ്ടിയിലേ. അങ്ങനെ പെങ്ങളുടെ മോതിരം മാറൽ ഭംഗിയായിട്ടങ്ങ് നടന്നു. ഈ കണിയാന്മാരെ വേണം തല്ലി എല്ലൊടിക്കാൻ. വ്യാഴാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ആ മുഹൂർത്തത്തിലാ ഈ ധൂമകേതു വന്നു കയറിയത്. അതൊരു കിഴങ്ങും കണിയാനും പറഞ്ഞില്ല. എന്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വച്ചടി കയറ്റം. ഇതാണോ കയറ്റം? പിണ്ണാക്ക്. ആ ജാതകവും ജാതകം എഴുതിയവനെയും ചുട്ടുകരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പോയി.
അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാരണത്തെ എന്റെ ജീവിതത്തിലോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. എന്തിനാണോ വീട്ടിൽ കയറി വന്ന് ഈ ചടങ്ങ് കലക്കി കളഞ്ഞത്? എടോ, തന്നോടാ ചോദിച്ചത്. ഞാനിതിപ്പോ എവിടെയാ? താനിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ഗാന്ധിജി, നെഹ്റു ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലേ ഇത്? ഞാൻ എങ്ങനെ ഇതിനകത്തെത്തി? ഡോക്ടറല്ലേ? അല്ല, ഒരു വഴിപോക്കനാ. അല്ല, ഡോക്ടർ തന്നെ. ദ്രോഹി. എന്റെ ഫോട്ടോ എടുത്തത് പത്രത്തിൽ കൊടുക്കാനായിരുന്നല്ലേ? ആരാടോ ഈ അനുപമ ശിവദാസൻ? അവൾ ഇനി എന്നെ പറ്റി എഴുതാനൊന്നും ബാക്കിയില്ല. അതോ താൻ തന്നെ എഴുതിട്ട് വേറെ പേര് വെച്ചാണോ? എനിക്കിപ്പ അറിയണം. തന്നെ പറ്റി ഞാൻ എന്താ എഴുതാൻ? എനിക്ക് വേറെ പണിയില്ലേ? എന്റെ ഫോട്ടോ എങ്ങനെ പത്രക്കാർക്ക് കിട്ടി? അത് ഫിലിം വാഷ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തിരുന്നു. അവിടെ നിന്ന് ചോർന്നതാവും. ഏത് സ്റ്റുഡിയോ? എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന അലിയുടെ കൈവശ ഞാൻ ഫിലിം കൊടുത്തയച്ചത്. എന്നിട്ട് അലി എവിടെ? അലി ഇന്ന് രാവിലെ മരിച്ചുപോയി. ഭാർഗവനോട് കളിക്കരുത്. ഹലോ, ഭാർഗവനാണ് സർ. എന്ത്? മാരിയപ്പനോ? എപ്പോ? എനിക്കറിയാം സർ. എനിക്കറിയാം സർ. ഇല്ല സർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സർ. സർ, കണ്ണപ്പാ, ഇത് ഭാർഗവന്റെ നാടാ. സംഗതി ആകെ കുഴപ്പമായിരിക്കുക. ഒട്ടും നേരമില്ല. ഏറിയാ 10 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ ആളുകളെല്ലാം സ്ഥലത്തെത്തിയിരിക്കണം. എല്ലാവരും എത്തിയോളൂ. ശിവൻകുട്ടിയും കുഞ്ഞുമോനും തോമാച്ചനും ഒക്കെ എല്ലാരുമായി. എന്നാ കേട്ടോളൂ, സംഗതി ആകെ ഗുരുതരാവസ്ഥയാ. 20 കോടിയോളം വില വരുന്ന നമ്മുടെ കഞ്ചാവ് ചാക്കുകൾ ആ ചെറ്റ മാരിയപ്പനും സംഘവും കടത്തിയിരിക്കുക. പുലിപറ്റപ്പാറ, അനങ്ങാക്കൊല്ലി, ചാമുണ്ടിക്കടവ്, പൂതംകുന്ന്, ഈ 4 വഴി കൂടിയായിരിക്കും മാരിയപ്പൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. രക്ഷപ്പെടുന്നതിന് മുമ്പ് മാരിയപ്പനെ പിടിച്ചില്ലെങ്കിൽ ചാമുണ്ടിക്കടവ് ഭാഗത്ത് പോലീസ് ശല്യമുള്ളതുകൊണ്ട് ആ വഴി സാധ്യതയില്ല. പൂതംകുന്നിലെ പുഴയിൽ വെള്ളം കയറിയതുകൊണ്ട് ആ വഴി കൂടെ രക്ഷപ്പെടില്ല. എങ്കിൽ പിന്നെ മറ്റു 2 സ്ഥലങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടനെ നീങ്ങണം. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എടുത്തോളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ബോംബില്ല, തോക്കില്ല എന്ന് പറഞ്ഞു കളയരുത്. ഇയാളൊന്നും വന്നേ. എന്റെ കൈയും കാലും കടന്ന് പറിക്കുന്നു. മാരിയപ്പൻ ഞാൻ എങ്ങനെ നേരിടും? അവൻ ചില്ലറക്കാരനല്ല. വേറെയും കുറെ പേരുണ്ടല്ലോ. ഭാർഗവം പോകണ്ട, അവരെ അയച്ചാ പോരെ? ഞാൻ പോകാതെ വല്ല തിരിച്ചറിയും സംഭവിച്ച സമാധാനം പറയേണ്ടവൻ ഞാനാ. ആരോട്? മുകളിലുള്ളവരോട്. അതാരാന്ന് ചോദിച്ചത്? അതാരോടെന്ന് അറിഞ്ഞാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണോ? ഭാർഗവന്റെ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം എന്റെ കയ്യിലില്ല. പെട്ടെന്ന് വേണമെന്നില്ല. ഫോറസ്റ്റിൽ എത്തുന്നവരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. അതിന് ഫോറസ്റ്റിലേക്ക് ഞാൻ വരുന്നില്ല. താൻ വരുന്നുണ്ടല്ലോ. വരുന്ന പ്രശ്നമേ ഇല്ല. താൻ വരും. തന്നെ ഞാൻ കൊണ്ടുപോകും. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ വഴിയില്ല. കണപ്പാ കേറ്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാം. ഇറങ്ങിക്കോ. കാട്ടിനകത്തോട്ട് കയറിയ പിന്നെ കുടിക്കാനൊന്നും കിട്ടുകയല്ല. ആ, എല്ലാവർക്കും ഒരേ ചായ എടുക്ക്. ജബ്ബാറെ, കണപ്പാ, ഡോക്ടർ എവിടെ? പോയി നോക്കണം. കണ്ണപ്പാ, ജബ്ബാറിന്റെ ആളിവിടെ ഉണ്ട്. പിടിയാണ്.
കിട്ടി കിട്ടി, ആളെ കിട്ടി. അയാളെന്തിനാ നമ്മുടെ കൂടെ വരുന്നത്? അയാള് നല്ല ഒരു ഡോക്ടറാ. എനിക്കൊരു ചെറിയ പനിയുണ്ടല്ലോ. പിടിവിട് പിടിവിട്. എന്തിനാ ഓടിയത്? ഞാൻ എന്നും ഓടാറുണ്ടല്ലോ. ഇതിന് പെങ്ങളുടെ മോതിരം മാറലായതുകൊണ്ട് ഓടാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യത്തിന് ഓട്ടം കിട്ടി. ശരി, അപ്പൊ നമുക്ക് പുറപ്പെടാം. ഭാർഗവൻ, കണ്ടോടോ ഡോക്ടറെ ഞങ്ങളുടെയൊക്കെ ജീവിതം. ആത്മധൈര്യം ഇല്ലാത്തവനോട് ഒരു രക്ഷയില്ലടോ. എനിക്ക് ആത്മധൈര്യം ഉണ്ടാക്കി താടോ കിഴങ്ങ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ചാവും. ധൈര്യം എന്താണോ? സാമ്പാറോ അവിയലോ മറ്റാണോ പറയുമ്പോ ഉണ്ടാക്കി തരാം. താൻ എന്ത് പിണ്ണാക്കാടോ അമേരിക്ക പോയി പഠിച്ചത്? ബില്ലാദിനെ കൊണ്ടുപോവാ, ബുഷിനെ കൊണ്ടുപോവാ, എല്ലാവന്റെയും വട്ടുമാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ ഭാർഗവ. മാത്രമല്ല പഠിച്ചതുമല്ലോ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധൈര്യം വേണ്ടി കിട്ടിയില്ലെങ്കിൽ ജീവിതമില്ല.
ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ ഭാർഗവ. ഫ്രോയിഡിനും യൂങ്ങിനും മനഃശാസ്ത്രത്തെ പറ്റി എത്ര പുസ്തകം വേണമെങ്കിലും എഴുതാം, അവർക്കാർക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ ഭാർഗവ, പ്രായമായ അമ്മയുണ്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചേക്കണം, വയസ്സുകാലത്ത് എനിക്കും കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിപ്പോയി. കൈവിട് ഭാർഗവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഭാർഗവ. ദൈവമേ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിട്ട് അവസാനമായിട്ട് ചോദിക്കാൻ, എനിക്ക് കാഞ്ചി വലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യ തണ്ടയിലുണ്ടോ? കാഞ്ചി വലിക്കണമെങ്കിൽ കാഞ്ചി വലിക്കാന്നുള്ള വിദ്യയുള്ളൂ. എന്റെ കൈ വിറയ്ക്കുന്ന താൻ കാണുന്നില്ലല്ലോ. കൈ വിറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കേസ് പഠിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതിനൊക്കെ ഇനി എപ്പോഴാണോ സമയം? എല്ലാം കഴിഞ്ഞില്ലേ? രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ വെടിവെച്ചില്ലേ? അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാൻ എന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു. 1-2 കൊണ്ടു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ? എന്ന് വെച്ചാൽ എന്റെ 20 കോടി പോയെന്നോ? സമ്മതിക്കില്ല ഞാൻ. പോയത് തിരിച്ചു പിടിക്കാതെ ജീവനോടെ എന്റെ മുമ്പിൽ താൻ വരരുത്. 1-2 20 കോടിയാണ്. ഭാർഗവ, തന്നെ ഞാൻ ചുട്ടുകരിക്കും. രാമനാഥനാ പറയുന്നത്. കഞ്ചാവ് മാഫിയ അതിശക്തമാണ് ഇവിടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എക്സൈസ് മന്ത്രി ശ്രീമാൻ ധനുവച്ചപുരം ധനപാലന്റെ ധീരമായ ഈ നടപടി. ഇവിടെ തൊട്ടടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച കഞ്ചാവ് തോട്ടം ഇന്നിവിടെ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ കഞ്ചാവ് വേട്ടയ്ക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ അഭിമാനമായ, നമ്മുടെ അഹങ്കാരമായ ബഹുമാനപ്പെട്ട മന്ത്രിയെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ഒരു സാധാരണ പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. അധികാരം ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മന്ത്രിസ്ഥാനം വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം പാർട്ടിക്കാരോട് അപേക്ഷിച്ചു. പക്ഷേ എന്നെ വിട്ടില്ല. എന്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ എന്തിനാണ് എനിക്കൊരു മന്ത്രിസ്ഥാനം? എന്തിനാണ് ഒരു MLA സ്ഥാനം? ആദർശമാണ് എനിക്ക് വലുത്. അത് ഞാൻ എന്നും മൂർക്ക പിടിക്കും. ആദർശം ബലികഴിക്കേണ്ട സന്ദർഭം എപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ കുപ്പായി ഞാൻ വലിച്ചെറിയും. കഞ്ചാവ് മാഫിയയെ ഞാൻ വെറുതെ വിടില്ല. തുരത്തും ഞാൻ അവരെ. ആ കാണുന്ന തോട്ടം നശിപ്പിക്കൽ സ്വാഗത പ്രാസംഗൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ സംസ്ഥാനത്തെ അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും വരെ ഇനി എനിക്ക് വിശ്രമമില്ല. ഒരു ചുക്കും നടക്കില്ല. റോഡരികിൽ കാക്ക കാഷ്ടിച്ചുണ്ടായ 5-6 കഞ്ചാവ് ചെടികൾ തീയിട്ട് നശിപ്പിച്ചാൽ പത്രത്തിലും ടിവിയിലും നിങ്ങൾക്ക് ഹീറോ ആകാം. 100 കണക്കിന് ഹെക്ടറിൽ യഥാർത്ഥ കഞ്ചാവ് കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ ഉൾക്കാട്ടിൽ വേറെയുണ്ട്. അതിന്റെ ഒന്നും 4 അയലത്ത് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ആരാടോ താൻ? അവിടെ ചെന്നാ വിവരം അറിയും. തോക്കും ബോംബും ഉണ്ട് അവിടെ. ഇത്രയും വലിപ്പമുള്ള പാറ കല്ലുകൾ മേലെ നിന്ന് ഉരുണ്ട് വരും. അപ്പൊ വാലും പൊക്കി ഓടേണ്ടി വരും. അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും അത്രേ. അലക്കി തേച്ച കതർ വിട്ട് നുണ പറയാൻ ഇറങ്ങിയിരിക്കുന്നു. പിടിയടാവനെ.
എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാനോ? ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് മുഹൂർത്ത സമയമായപ്പോ ഏതോ ഒരു കാട്ടുകള്ളന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോവാ. പൊയ്ക്കോ, പോയി അവന്റെ കൂടെ തന്നെ അങ്ങ് പൊറത്തോ. ആ കൊള്ളക്കാരനുമായിട്ട് നിനക്ക് എന്താ ഇടപാടെന്ന് എനിക്ക് ഇന്നറിയണം. അത് അറിഞ്ഞിട്ട് മതി കല്യാണമെന്നാ വിനോദം പറഞ്ഞത്. അമ്മ ബോംബ് കണ്ടിട്ടുണ്ടോ? ഒരാനയ്ക്ക് പോലും എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ലുകൾ അമ്മയുടെ നേർക്ക് എന്നെങ്കിലും ഉരുണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്തന്മാരെ ചികിത്സിച്ച് ഇവനും ഭ്രാന്തായിരിക്കുക. കല്യാണം, മോതിരം മാറൽ. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണു. കല്യാണ തീയതി നിശ്ചയിച്ചിരുന്ന 25ഓളം മദാമ്മ കുട്ടികളാ അന്ന് വെന്തെരിഞ്ഞത്. ലോകം മുഴുവൻ സ്ഫോടനങ്ങളാ. കേരളത്തിൽ കൊണ്ട് ഇഷ്ടം പോലെ ബോംബ്. ആ ബോംബൊക്കെ എവിടെ എറിയണമെന്ന് പോലും അറിയാതെ ടെററിസ്റ്റുകൾ തെക്ക് വടക്ക് നടക്കുക. അതുകൊണ്ടാ ബസ് സ്റ്റാൻഡിലും പച്ചക്കറി മാർക്കറ്റിലും ഒക്കെ ബോംബ് വീഴുന്നത്. അതിലൊരെണ്ണം ഈ വീടിന്റെ മേലെ വന്ന് വീണാൽ മോതിരം മാറൽ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ബോംബ് വീഴില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു മോതിരം മാറല്. അമ്മേ, നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയൂ അമ്മേ, നന്ദി പറയൂ. ഇരിക്കു ഭാർഗവ. ഇത്ര മോശമായൊരവസ്ഥയിൽ നമ്മൾ ഇതിനു മുമ്പ് കാണേണ്ടി വന്നിട്ടില്ല, അല്ലേ ഭാർഗവ? ശരിയാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പോലീസുകാർ വരുമ്പോ നമ്മൾ ചെയ്യാറുള്ളത് പോലെ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ടും ബോംബെറിഞ്ഞും ചതിക്കുഴി ഉണ്ടാക്കി അതിൽ കുപ്പിച്ചില്ലുകൾ നിറച്ചും ഒരുങ്ങിത്തന്നെയായിരുന്നു മാരിയപ്പൻ. പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ ഭാർഗവൻ എന്താ പറഞ്ഞത്? 5-10 വെടിവെച്ചു, 4-5 കൊണ്ടു എന്നൊക്കെയല്ലേ? കൊണ്ടു? വെടികൊണ്ടു? ഇല്ല സാർ, മാരിയപ്പൻ ഒന്നുമേ ആകലെ. അവർ രാമേശ്വരം വഴിയാ സിലോണിക്ക് പോയാച്ചു. വെടികൊണ്ടവൻ എങ്ങനെയാടോ അന്ന് തന്നെ ശ്രീലങ്കയ്ക്ക് കടന്നത്? മുൻപൊരിക്കലും ഭാർഗവൻ എന്നോട് നുണ പറഞ്ഞിട്ടില്ല. ഭാർഗവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മളെ ഒറ്റുകൊടുത്ത മലപ്പുറത്തെ ഷാജിയെ താൻ വെറുതെ വിട്ടു. നാർക്കോട്ടിക് ഉദ്യോഗസ്ഥനായ വിനോദിന്റെ അളിയനാവാൻ പോകുന്ന ഡോക്ടർ ശാന്താറാവുമായി എന്താണ് കണക്ഷൻ? അത് അയാളെന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. ആരെക്കൊണ്ടോ എന്നെപ്പറ്റി മോശമായിട്ട് എഴുതിച്ചു. തന്റെ ഫോട്ടോ അയാൾക്ക് എങ്ങനെ കിട്ടി? അത് അയാൾ എങ്ങനെയോ ഒളിച്ചു നിന്ന് എടുത്തതാവും. 1-2 ഫോട്ടോ അല്ല മാഗസിനിൽ വന്നത്. അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുൻപരിചയമില്ലെങ്കിൽ അയാൾ ഭാർഗവ എന്ന് വിളിച്ചപ്പോ താൻ എന്തിനാ അയാളുടെ കൂടെ പോയി? ചിലപ്പോ അയാൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. അങ്ങനെ ആര് വിളിച്ചാലും താൻ കൂടെ ചെല്ലുവോ? അയാള് മനഃശാസ്ത്രത്തിലൂടെ എന്നെ എന്തോ ചെയ്തപ്പോ. അല്ലല്ലോ, എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പരസ്പരമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. ഒരു പോലീസുകാരനായിരുന്ന ഞാൻ ഈ ഇടപാടിലേക്ക് വന്നത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ. തനിക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന്? ഒരു മുൻ മന്ത്രിയാ. ബിനാമികളുടെ പേരിലും അല്ലാതെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയത് 5000 കോടിയോ 10,000 കോടിയോ? കണക്ക് കൂട്ടുക ദുഷ്കരമാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ, എത്ര രാഷ്ട്രീയക്കാർ. അവരുടെയൊക്കെ കീഴിൽ ഒരു പീറ പോലീസുകാരനായി വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ നാർക്കോട്ടിക് സെല്ലിൽ എത്തുന്നത്. അങ്ങനെ തന്നെ പറ്റി അറിഞ്ഞു, കഞ്ചാവിനെ പറ്റി അറിഞ്ഞു, അവിടെ മറിയുന്ന കോടികളെ പറ്റി അറിഞ്ഞു. ആദ്യം ശത്രുവായിരുന്ന താൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. തന്നെ വിശ്വസിച്ച് പല പദ്ധതികളും ഞാനിട്ടു. 20 കോടിയായി ഇപ്പൊ തൊളിച്ചു കളഞ്ഞത് വെച്ചേക്കില്ല ഞാൻ. ജോസഫ് മാത്യുവിന്റെ ഗതി അറിയാവല്ലോ തനിക്ക്. ആ കേസിൽ തന്നെയാ പോലീസിന് സംശയം. അതുകൊണ്ട് നാട്ടിൽ ഇനി ചുറ്റിത്തിരിയാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. കാട്ടിൽ എന്തൊക്കെ സന്നാഹങ്ങൾ വേണമെന്ന് പറഞ്ഞോ, പോയത് തിരിച്ചു പിടിക്കണം എത്രയും വേഗം. എനിക്ക് കുറച്ച് സാവകാശം. എന്തിന്?
ഞാൻ ഊട്ടിന്ന് വരിക. ആണോ? എങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ മടങ്ങിക്കോ. ഈ അർദ്ധരാത്രി ഇങ്ങോട്ടെന്തിനു വന്നു? ദ്രോഹിച്ച് മതിയായില്ലേ? തോക്കിന്റെയും ബോംബിന്റെയും നടുവിലേക്ക് എന്നെ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയ പരമദുഷ്ടൻ നാണമില്ലാതെ പിന്നെയും വന്നേക്കുന്നു. ഞാനും താനുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. അത് വിശദീകരിക്കാതെ വിനോദന്റെ പെങ്ങളെ കെട്ടുമോന്നുള്ള കാര്യം സംശയത്തിലാണ്. അവൻ കെട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. ആര്? താൻ നോക്കുവോ? അയ്യടാ, ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാള്. എപ്പോഴും കൂടെ നടക്കുന്ന രണ്ട് ഭൂതങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിനെയായിരിക്കും ഉദ്ദേശിച്ചത്. ഡോക്ടർ, എന്റെ സ്ഥിതി വളരെ മോശമാണ്. അതിലും മോശമാണ് എന്റെ സ്ഥിതി. അമ്മയും പെങ്ങളും അപ്പുറത്തുണ്ട്. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ജോസഫ് മാത്യുവിനെ കാണാതായ കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാ കേട്ടത്. നാടെനിക്ക്, നഗരെനിക്ക്, പകലെനിക്ക് നടന്നുകൂടാന്നുള്ള അവസ്ഥ. ഭാഷ സിനിമയുണ്ടല്ലോ, അതൊന്നുകൂടി ഇട്ട് കണ്ടു നോക്ക്. ഊട്ടി പോയത് മെയിൻ കള്ളനെ കാണാനല്ലേ? അയാളോട് പറഞ്ഞില്ലേ ആത്മധൈര്യം ചോർന്നു പോയ കഥ? അതൊന്നും പറഞ്ഞാൽ അവിടെ ഏക്കുകയല്ല. അയാൾക്ക് എന്നെ മാത്രമേ വിശ്വാസൂ. കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാ അയാളെ തട്ടുക എന്നുള്ളതാ പരിപാടി. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, കൃഷി തുടങ്ങണം, അപ്പൊ കാട്ടി കയറുക നിവൃത്തി. അതിനുള്ള ധൈര്യമായി ഇപ്പൊ വേണ്ടത്. വേറെ പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് ഭാർഗവ. കഞ്ചാവ് കൃഷി നടത്താൻ ഞാൻ തനിക്ക് ധൈര്യം തരണം അല്ലടോ? ഡോക്ടർ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കമ്പൗണ്ട്. വെടികൊണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിയല്ലോ. ധൈര്യം കിട്ടിയല്ലോ. ചികിത്സ കഴിഞ്ഞു, ഇനി പോകാം. എന്താ 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 ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടു. അയ്യോ, ഈ ഷെൽഫിന്റെ ചില്ലെങ്ങനെ പൊട്ടി താഴെ വീണത്? ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ടല്ലോ, അതുകൊണ്ടാ താഴെ വീണത്. അല്ലെങ്കിൽ മേലോട്ട് പോയേനെ. നീ മാരിയപ്പനാരാടി? അലറാതടി, അലവലാതി അലുവക്കരുകൾ. നീ ഏതാടി? പറയടി. ഞാനിതിപ്പോ എവിടെയാ? ഓ, ഡോക്ടറുടെ വീട്. നീ മനഃശാസ്ത്രജ്ഞന്റെ പെങ്ങള്, നാർക്കോട്ടിക് വീരന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. ശകുനപ്പഴയാ നീ. നിന്റെ മോതിരം മാറലിന്റെ അന്നാ ഞങ്ങളുടെ 20 കോടി രൂപ വെള്ളത്തിലായത്. മാരിയപ്പൻ രക്ഷപ്പെട്ടത് വന്നാ. എന്താ എന്താ? ആ, എല്ലാവരും ഉണ്ടല്ലോ. സുഖമാണോ ഡോക്ടറെ? തള്ളയ്ക്കും മോൾക്കും എന്നെ ചിലപ്പോ പരിചയം കാണില്ല. ഞാൻ കറന്റ് ഭാർഗവൻ. തൽക്കാലം സ്വല്പം മോശാവസ്ഥയിലാ. ഒരു ചെറിയ സൂക്കേട്. തള്ളയുടെ മോനാ സൂക്കേട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. കുഴപ്പമില്ല, എനിക്കിപ്പോ ഇഷ്ടം പോലെ സമയമുണ്ട്. സൂക്കേട് മാറുന്നവരെ ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ പ്ലാൻ. മനസമാധാനമില്ലാത്തതുകൊണ്ട് രാത്രി മുഴുക്ക വെള്ളവടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. വന്നാട്ടെ, എന്റെ കിടപ്പൂറി ഒന്ന് കാണിച്ചതാ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഭാർഗവ, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നത് എനിക്ക് നല്ലത്. പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആണോ? ഇതിലാണ് പോലീസിനെ വിളിക്കുന്നതെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കാം. എന്റെ ഈശ്വര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ ഉണ്ടെന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ 3 എണ്ണത്തിനും തട്ടി ഞാൻ കാട്ടിപ്പോവും. എന്നാ കൊല്ലടോ, ഇപ്പൊ തന്നെ കൊല്ലടോ. അങ്ങനെ നിർബന്ധിക്കാത്ത കുറച്ചുകൂടി സമയം താൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പടമെടുത്ത് പത്രത്തിലിട്ടു. എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചു. ഏതവളാണോ അത് എഴുതിയത് അവളോട് ചെന്ന് പറ, എഴുതിയതെല്ലാം തെറ്റായിരുന്നു തിരുത്തി എഴുതാൻ. അല്ലെങ്കിൽ അവളെയും കൊന്ന് ഞാൻ കാട്ടിപ്പോവും. ഇങ്ങനെ പലതവണ കാട്ടിപ്പോകുന്നതിലും നല്ലത് ഒരു തവണ പോയിട്ട് തിരിച്ചു വരാത്തതല്ലേ? അധോലോകം, കോമഡി, കൈ കൈ. ആ, ഈ മുറി കൊള്ളാം. ഞാനേ ഒരല്പം വിശ്രമിക്കട്ടെ. ഹലോ, അനുപമ അയ്യോ. കരണ്ട് ഭാർഗവനെ പറ്റി ഫീച്ചർ എഴുതിയ അനുപമയല്ലേ? ഞാൻ അനങ്ങാക്കുലിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. പേര് കുഞ്ഞിരാമ കൈമൾ.
ജോസഫ് മാത്യുവിന്റെ തിരോധാനത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. കൈമളിപ്പോ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് കതർ തുണി വാങ്ങാൻ വേണ്ടി ടൗണിൽ വന്നതാണ്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുണ്ട്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ, ഉടനെ വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ മിസ്റ്റർ കൈമൾ. സോഫിയ, ഇത് അനുപമയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഫാദർ. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരൂ. സോറി, എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. എവിടെ ആളെവിടെ? ആര്? കുഞ്ഞിരാമ കൈമൾ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ, പിന്നെ സോഫിയ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരമാണ് ഫെമിനിസ്റ്റ് ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണി. അനങ്ങാ കൊല്ലിയിൽ നിന്ന് കുഞ്ഞിരാമ കൈമൾ. എന്റെ പേര് പറഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ. ചതിക്കുന്നവരെ തിരിച്ചും ചതിക്കാമല്ലോ. മാഗസീനിൽ വന്ന ഫോട്ടോയുടെ പേരിൽ ഞാനിപ്പോ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ഭാർഗവൻ കുറ്റവാളിയാണെന്ന് എഴുതിയല്ലോ, അത് തിരുത്തി എഴുതിയില്ലെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരും. അതെങ്ങനെ തിരുത്തി എഴുതും? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് വാസ്തവമല്ലെന്ന് എനിക്കും കൂടി ബോധ്യമാവണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു വല്ല വഴികളും നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡിഡ് ഇറ്റ് ഫോർ എ നോബിൾ കോസ്. ഞാൻ തന്നെ അത് തിരുത്തി എഴുതാൻ പോയാ എന്റെ ക്രെഡിബിലിറ്റി? അനുവിന്റെ ക്രെഡിബിലിറ്റിയാണ് വലുതല്ലേ? സോഫിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി ഡോക്ടർ എന്താ ആലോചിക്കാത്തത്? ഇല്ല, തിരുത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കേ, ഓക്കേ. But you know, Anu, I loved you. Still I love you. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇന്നത്തെ പത്രത്തിൽ വരുമോ എന്നാ ചോദിച്ചത്. അതൊരു പത്രമല്ലല്ലോ സുഹൃത്തെ, വീക്കിലി അല്ലേ. അടുത്ത ആഴ്ച ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും. കരണ്ട് ഭാർഗവൻ ഒരു മഹാനാണ്, മനുഷ്യസ്നേഹിയാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്നൊക്കെ. ആദ്യമേ വിട്ട് ഇളക്കല്ലേ ഡോക്ടർ സാറേ. നിരപരാധിയാണെന്ന് മാത്രം എഴുതിയാ മതി, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എങ്കിൽ പിന്നെ ഭാർഗവൻ പോവല്ലേ? എങ്ങോട്ട്? ഇവിടുന്ന് പോവല്ലേ എന്നാ ചോദിച്ചത്. എന്റെ ഗൗൺ എടുത്തിടാൻ ആര് പറഞ്ഞു? അഴിച്ചു വെക്ക്. വല്ലവനും കേറി വന്ന ചിലപ്പോ വിനോദ് തന്നെ. കുറ്റവാളിയെ ഒളിപ്പിച്ചവനും നിയമപ്രകാരം അകത്താ. വീതി അതാണേ, നമുക്ക് എന്ത് ചെയ്യാനാവും ഡോക്ടർ? നല്ല വിശപ്പ്. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നല്ലേ. എന്താ ഈ കാണിക്കുന്നേ? തിന്നാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. ഈ അത്യാവത്തിന്റെ ഇടയിൽ കിടന്ന് ആരെന്തുണ്ടാക്കാനാ? നെല്ലിനടിക്കാൻ വെച്ച് പരാമറുണ്ട്, എടുത്തു കൊടുക്ക്, കഴിക്കട്ടെ. ഡോക്ടറുടെ അമ്മയും കോമഡി ആണല്ലോ. 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ചുമ്മാതല്ല. 1/2 മണിക്കൂർ സമയം തരും. അപ്പവും മുട്ട റോസ്റ്റും, അയില മുളകിട്ടതും സ്വല്പം കപ്പ വേവിച്ചതും റെഡി ആക്കിയില്ലെങ്കിൽ നല്ല കോമഡി പറഞ്ഞ് നാവുണ്ടല്ലോ, അത് ഞാൻ അരിഞ്ഞെടുക്കും. അയ്യോ, സാറെന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? വിനോദ് എന്റെ ഒരു ശിഷ്യനാണല്ലോ. വിനോദ് ഇപ്പൊ ഇവിടെ ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റക്ക. വിനോദ് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത്. ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് പെയിന്റ് അടി നടക്കാണ്, പെയിന്റ് അടി. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. താങ്ക് യു. നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥനായ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണെന്ന് അറിയാമല്ലോ. എങ്കിലും മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. അതുകൊണ്ട് മാത്രം ചോദിക്കുക, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോസഫ് മാത്യുവിനെ ഭാർഗവൻ കൊന്നു എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. വർഷങ്ങളായി കഞ്ചാവ് കൃഷിയാണ് ആ സാമൂഹ്യ വിരുദ്ധന്റെ ജോലി. ലോകപ്രശസ്തനായ ഡോക്ടർക്ക് അവന്റെ കൂട്ടെന്തിനാണ്? എന്തു പ്രശ്നമാണെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും. സാറിനോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. എന്റേതായ രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അയാൾ ക്രിമിനലാണ്, കൊലപാതകയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ തന്നെ അയാളെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഞ്ചാവ് കൃഷി പോലുള്ള ഹീന പ്രവൃത്തികളിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയാളെ ഒരു ഉത്തമ പൗരനായി ഞാൻ മാറ്റിയെടുക്കും.
ഓഹോ, അപ്പൊ അതാണ് ഈ പിന്തിരിയൽ. ഏത് പിന്തിരിയെ? അല്ല, അപ്പോ ചികിത്സ എവിടെ വരെയായി? അത് നന്നായി പുരോഗമിക്കുന്നു. എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഭാർഗവന്റെ മേലെ ഒരുത്തനുണ്ട്, യഥാർത്ഥ കഞ്ചാവ് മുതലാളി. അതാരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭാർഗവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തെണ്ടി ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ആ പരമനാറിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഡോക്ടർ, നിങ്ങളൊരു വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഞാനിങ്ങനെ അവാർഡിന് വേണ്ടി. എന്റെ വക ഒരു അവാർഡ് എന്തായാലും നിങ്ങൾക്കുണ്ട്. താങ്ക് യു. ശരി എന്നാ. സാറേ ഒന്ന് നിക്കണേ, ഇതാ ഇവിടെ. എന്താ? അമ്മ പറയായിരുന്നു ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന്. അത് സാരമില്ല, ഇനി അങ്ങോട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കാനുള്ളതല്ലേ. ശരി. എന്ത് പണിയാടോ തനിക്ക് കാണിച്ചത്? അയാൾ ആരാണെന്ന് തനിക്കറിയോ? നർക്കോട്ടിക് കൺട്രോൾ കേട്ടോ. തന്നെ പറ്റി നല്ലത് അയാളോട് ഞാൻ പറഞ്ഞു. അതാണല്ലോ പ്രശ്നം. ഇനി എന്റെ തന്റെ കാര്യം പോക്കാടോ, പോക്കാ. എന്റെ കാര്യം അലിയോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ പറ. എന്നും രാവിലെ ക്ലിനിക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. ഡോക്ടറില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭ്രാന്തന്മാര് കാത്തിരുന്ന് കൊടുക്ക എന്നെ തെറിവിച്ചിട്ട് പോകും. എന്താ ഇത് ഡോക്ടർ? ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വിടരുതവനെ. ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ ഓടിച്ചിട്ട് പിടിക്കണോ അവനെ? ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ജീവനക്കാരന്റെ കാര്യത്തിൽ പോലീസിന്റെ നിലപാട് ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവിന്റെ തിരോധാനത്തിൽ മനംനൊന്ത് മനോരോഗ്യായ ഒരു അമ്മ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയിൽ വിങ്ങുന്ന മനസ്സുമായി അധികൃതരുടെ പുറകെ അലയുന്ന മകൾ. ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയുകയാണ്, ഈ മകളും അമ്മയും ഇനി ഒറ്റയ്ക്കല്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ ആബാലവൃദ്ധൻ ജനങ്ങളും നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ ഇതാ ഉറപ്പു തരികയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ജോസഫ് മാത്യുവിന്റെ ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നം ജനങ്ങളുടെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ന്യൂസ് പ്ലസ് മാഗസിനിലെ അനുപമ ശിവദാസൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പത്രപ്രവർത്തന രംഗത്ത് ഞാൻ ഒരു പുതിയ ആളാണ്. ചേട്ടനെ കാണാനില്ല. 2 ദിവസം ഞങ്ങൾ തീ തിന്ന് കഴിയാ കുഞ്ഞെ. ആ ഭാർഗവൻ എന്ന് പറയുന്നവൻ വീട്ടിൽ കയറി താമസാക്കിയിരിക്കുക. ഒരു തൂക്കം പിടിച്ചോണ്ട് കൊല്ലും പറഞ്ഞ് നടക്കുക. അവൻ ബാത്റൂമിൽ കയറിയപ്പോ ഞങ്ങള് പിൻവശത്തോട് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഡോക്ടർ എങ്ങോട്ടാ പോയത്? ഭാർഗവൻ അലിയെ പിടിക്കാൻ പറഞ്ഞപ്പോ പോയതാ. എന്നൊരു വിവരമില്ല. അലിയെ പിടിക്കാൻ ആകെപ്പാടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ രവി, ഇത് ഞാനാ വിനോദ്. കറണ്ട് ഭാർഗവൻ ഡോക്ടർ ശാന്താറാമിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. പിടിച്ചകത്താക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം നാട്ടുകാരെ അറിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീട്ടിൽ വന്നു പോരുന്ന സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല സാർ. രക്ഷിക്കണം. പോലീസിന്റെ പുറകെയുണ്ട്. പോലീസോ? എങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ ഇറങ്ങണം. ഞാൻ പോലീസിനെ കണ്ടു. പോലീസ് എന്നെ കണ്ടിട്ടില്ല സാർ. ഇവിടുത്തെ തട്ടുംപുറത്ത് ഞാൻ ഒളിച്ചോളാം സാർ. അതിനിവിടെ തട്ടുംപുറമൊന്നുമില്ല. അതുള്ള സ്ഥലത്ത് പോയി ഒളിച്ചോ. ഇറങ്ങ. അങ്ങനെ പറയരുത് സാർ. എടോ, കാട്ടിപ്പോയ ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന അവിടെ കൃഷി ഇറക്കാവുന്ന ഞാൻ തന്നോട് പറഞ്ഞാലോടോ. താൻ അനുസരിച്ചോ? അനുസരിക്കാത്തതല്ല. ഓ, ആ ഡോക്ടർ ശാന്താറാം അതിന് സമ്മതിക്കുന്നില്ലായിരിക്കും അല്ലോടോ. ആ ഇരപ്പാടിയെ തട്ടിക്കളയെ ഞാൻ ആറിലെ ഏർപ്പാടാക്കിയതാ. എങ്ങനെയോ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ ഒന്നുറപ്പാ, ഈ നാട്ടിലവൻ ഇനി കാലുകുത്തില്ല. അതിനുള്ള ധൈര്യം അവൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.
ഈ ബസ് കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടിപ്പോ മണിക്കൂർ 4 ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഡ്രൈവർക്ക് പുറമെ 2 പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. എന്നെ എവിടെ കൊണ്ടുപോവുകയാണ് എന്ന് ഞാൻ ചോദിച്ചു. ദോഷം പറയരുതല്ലോ, അവന്മാരുള്ള സത്യം അങ്ങ് പറഞ്ഞു. കൊന്ന് കൊക്കയിലെറിയാൻ കൊണ്ടുപോകാടാ നായെ എന്നൊരുത്തൻ. നിനക്ക് കറണ്ട് ഭാർഗവനെ നന്നാക്കണം അല്ലേടാ ചെറ്റെ എന്ന് മറ്റവൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊക്ക എടുക്കാറാവുമ്പോ അവന്മാരെന്നെ തട്ടും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു പ്രയോഗം അങ്ങ് ചെയ്തു. ഒരുത്തന്റെ അസ്ഥാനത്ത് കയറി ഒരു മരണപ്പിടുത്തം, മറ്റവന്റെ ചെവി ആഞ്ഞൊരു കടി. 2 പേരുടെ മരണവെപ്രാളത്തിലുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടു. വണ്ടി ഒരു മരത്തിലിടിച്ചു. ഞാൻ റോഡിൽ തെറിച്ചു വീണു. പിന്നെ ഒരു ഓട്ടമായിരുന്നു അവിടുന്ന്. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു ലോഡ്ജ് കണ്ടു. ഭാഗ്യത്തിന് അവിടെ ഒരു മുറി കിട്ടി. അവിടുന്നാണ് ഞാൻ അലിയെ വിളിച്ചത്. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അലി. സത്യത്തിൽ ലോഡ്ജിൽ വരാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഭാർഗവനും ഡോക്ടറും കൂടി എന്നെ കൊല്ലാനുള്ള വല്ല പദ്ധതി ഇടുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ഡോക്ടറുടെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോ എനിക്ക് മനസ്സ് കഴിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് സുനാമി തിരമാലകൾ വന്നപ്പോ മത്സ്യത്തൊഴിലാളിയും IAS-കാരനും ഒരേപോലെ നിലവിളിച്ചുകൊണ്ടാണോ ഓടിയത്. മരണത്തിന് മുമ്പിൽ മനഃശാസ്ത്രജ്ഞനും കൂലിവേലക്കാരനും വ്യത്യാസമില്ല. കറണ്ട് ഭാർഗവനെ നന്നാക്കും എന്ന് SP രാമനാഥനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ എന്നെ കൊല്ലാൻ വന്നവന്മാരറിഞ്ഞു? ഭാർഗവനെ നല്ലവനാക്കുകയോ? ചുമ്മാ തട്ടിവിട്ടതാടോ ഞാൻ. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. ഡിണ്ടിക്കൽ ചെല്ലുമ്പോ ട്രപ്പീസ് വേലായുധനെ കണ്ടില്ലെങ്കിൽ ബാക്കി പരിപാടി അപ്പൊ ആലോചിക്കാം. ജംബോ സർക്കസ് ഡിണ്ടിക്കലിൽ കളിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയല്ലോ. ജംബോ അവിടെ ഉണ്ടെങ്കിൽ വേലായുധേട്ടൻ അവിടെ ഉണ്ടാവും. ஹலோ ஹலோ ட்ரிப்பிஸ் வேலாயுதன் சாரா உள்ள இருக்கிறார் அனுப்புறேன். വേലായുധേട്ടാ, ഇത് ഞാനാ അലി. എടാ മോനെ അലി, ഇതെങ്ങനെയാടാ നീ ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വേലായുധേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. വേറൊരു ചെറിയ കാര്യമുണ്ട്. നീ ഇപ്പോഴും ആ പൊങ്ങച്ചക്കാരൻ ഡോക്ടറുടെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ആര് പറഞ്ഞു ഡോക്ടർ പൊങ്ങച്ചക്കാരനാണെന്ന്? നാട്ടിൽ വെച്ച് കണ്ടപ്പോ ഒരിക്കൽ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അമേരിക്കയിൽ പഠിച്ചതും ജോർജ് ബുഷിന് ഷേക്ക് ഹാൻഡ് കൊടുത്തതും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കോന്തനെ കുറിച്ച് ഓർമ്മയില്ലേ? അതും പറഞ്ഞ അന്ന് നമ്മൾ എത്രയാണാ ചിരിച്ചത്. അതൊക്കെ പോട്ടെ വേലായുധേട്ടാ, ഇതെന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവൻ നിന്റെ സുഹൃത്താ? ഇതെന്ത് സാധനം, എന്ത് വേഷം? അയ്യേ വൃത്തിയേട്. ആദ്യം ഇവനോട് പോയി മുടി വെട്ടിയിട്ട് വരാൻ പറ. അതെ, മൂപ്പര് തലയിൽ ഇത്രയും വലിപ്പത്തുള്ള 5-6 മുഴകളുണ്ട്. അത് കാണാതിരിക്കാനാ മുടി വളർത്തിക്കുന്നത്. അപ്പഴേ വേലായുധേട്ടാ, ഞാൻ പറഞ്ഞ വേലായുധേട്ട തട്ടിക്കളയാലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഇയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കണം. സർക്കസ് ഐറ്റം വല്ലോ അറിയാമോടെ? വേണമെങ്കിൽ പഠിക്കാമെന്നുള്ള അവസ്ഥയില്ല അല്ലേ? ഈ പ്രായത്തിൽ ഇവനിനി എന്ത് പഠിക്കാൻ? ഇതുവരെ എന്ത് ജോലിയാടാ ചെയ്തിരുന്നത്? ഞാനൊരു ഡോയാ? അതെന്ത് ജോലി? ഡോർ ടു ഡോർ ഡെലിവറി ഒരു കമ്പനിയുടെ സാധനങ്ങൾ. ആ കമ്പനി ഇപ്പൊ എവിടെ പോയി? സുനാമി വന്നപ്പോ ഒലിച്ചു പോയി. സുനാമി വന്നു പോയിട്ട് കാലം എത്ര ആയടോ? അന്നു മുതൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു വേലായുധേട്ടാ. ഈ മൂശേട്ടെ കണ്ട ആരും ജോലി കൊടുക്കില്ല. അത് തന്നെ കാര്യം. പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണോ? ചിലപ്പോ മാനേജറുടെയും എന്റെയും തുണിയൊക്കെ അലക്കേണ്ടി വരും. ഇഷ്ടമുണ്ടെങ്കിൽ മതി. പണിയൊന്നും അറിഞ്ഞൂടാത്തവന് വേറെന്ത് പണി? അല്ല, ഈ അസിസ്റ്റന്റ് മാനേജർ ഒഴിവെച്ചെന്നുണ്ടല്ലോ. വന്ന് കേറി അവിടെ അസിസ്റ്റന്റ് മാനേജർ ആവണം അല്ലേ? തുണി അലക്കാനും. തൽക്കാലം ഒളിച്ചു താമസിക്കല നമ്മുടെ ഉദ്ദേശം. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ പെട്ടെന്ന് അതെല്ലാം മറന്നു. അല്ല, അത് ശരിയാ. അതിനേക്കാളും വലുതായിട്ട് ഇനി എന്ത് വരാം? എനിക്ക് ഇപ്പൊ തന്നെ മടങ്ങണം. ഭാര്യ മോന് പേടിക്കും. ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് എന്ത് പറയണം? എന്ത് പറയാ? ഡോക്ടർ മരിച്ചുപോയി എന്നൊരു ബോർഡ് എഴുതി വെച്ചേക്ക്.
സാർ ഇവിടെ? ഡോക്ടർ എവിടെയല്ലേ? ഒരു പിടിയില്ല സാർ. ഇന്നും രാവിലെ ഞാൻ ക്ലിനിക്കിന്റെ മുമ്പിൽ ചെന്ന് കാത്തു നിന്നു, ഡോക്ടർ വന്നില്ല. കാണാതായിട്ട് 4-5 ദിവസമായിട്ടും ഡോക്ടർ ഇവിടെ നിന്ന് അന്വേഷിച്ചില്ലേ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് സാറേ? ഡോക്ടറുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വരുന്നില്ലേ? അത് ഞാൻ ആലോചിച്ചില്ല. സാറ് വീട്ടിൽ അന്വേഷിച്ചു കാണുമല്ലോ, അതുകൊണ്ട് സാറിനോട് ഞാൻ അന്വേഷിക്കുകയാണ്. ഡോക്ടർ എവിടെ? എന്നാ ഞാൻ സത്യം പറയാം സാർ, വീട്ടിൽ പോയി അന്വേഷിക്കാതിരുന്നത് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അകത്ത് നിൽക്കുക കരണ്ട് ഭാർഗവൻ. ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ഫോണെങ്കിലും ചെയ്യാതിരിക്കുവോ? ആരെങ്കിലും ഫോൺ ടാപ്പ് ചെയ്ത് ഏത് സ്ഥലത്തു നിന്നാണ് ഡോക്ടർ വിളിച്ചതെന്ന് കണ്ടുപിടിക്കുന്നുള്ള ഭയമായിരിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, ഡോക്ടർ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഭാർഗവനെ മാത്രമല്ല, ഭാർഗവനുമായി ബന്ധപ്പെട്ട മറ്റാരൊക്കെയോ. അലിയുടെ പെരുമാറ്റം അത്ര സ്വാഭാവികമല്ല. ഒരുപക്ഷെ പോലീസ് മുറ പ്രയോഗിച്ച അലിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാന്നിരിക്കും. ഇതുവരെയായിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. അവരെ കൊണ്ടാവുന്നല്ലേ ചെയ്യാൻ പറ്റൂ. എല്ലാ സ്ഥലത്തേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ആ ഭാർഗവനുമായിട്ട് കൂട്ടുകൂടിയ അപകടമാണെന്ന് വിനോദ് ആദ്യമേ പറഞ്ഞതാ. അവൻ കേട്ടില്ല. വയസ്സുകാലത്ത് എന്നെ എന്തിനിങ്ങനെ തീയതിയിട്ടിക്കുന്നുണ്ട് ഈശ്വര. ஜம்போ ரஷ்யன் சர்க்கஸ் உங்கள் அனைவரையும் வண்ணமயமான அணிவகுப்புகளோடு வரவேற்கிறது. അത് ശരി. അകത്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലാണോ തന്റെ തീറ്റ? ഉച്ചക്ക് കിട്ടിയത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇതൊരു നേപ്പാളി തന്നതാ. എന്നാലേ നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം. വന്ന് പെട്ടെന്ന് വേഷം മാറും. വേഷം മാറാനോ? എന്തിന്? തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരമില്ല. മതി കഴിച്ചത്. അല്ല, വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒരു ഐറ്റം ചെയ്യണം. രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല. ഈ പീരങ്കിക്കകത്തോട്ട് കയറ്. അയ്യോ, ഇതിനകത്തോ? ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു? ചുമ്മാ കയറി കിടന്നാ മതി. അന്നവന്മാര് കൊന്നാ മതിയായിരുന്നു, ഒറ്റയടിക്ക് തീർന്നു. ഇത് കൊലയാണല്ലോ. കിടന്ന് പിറുപിറുക്കാതെ കേറടാ കഴുത. बहुत अच्छा भाई और बहनों, द ग्रेट इंडियन पीरंगी जंप. എഴുന്നേറ്റ് താഴെ വരാൻ. താഴെ വരാൻ. കുത്തബ് മൈനാർ വടകരയിലാണോ? അതെ അതെ അതെ, പണ്ട് മുതലേ അവിടെ തന്നെ. മോമ്പാ വില ഇതാ. ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന്റെ കണ്ണ് തള്ളിപ്പോയി. തിവാരിയുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ സർ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇവൻ ആളൊരു അഭ്യാസിയാ ഇല്ലേ? പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കരണ്ട് ഭാർഗവനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. അണ്ണാ, ഭാർഗവണ്ണ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഭാർഗവണ്ണ, അത്
പതുക്കെ വിളിക്കടോ. വല്ലവനും കണ്ടുപിടിച്ചാ പിന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്തായി? അപ്പം മുട്ട റോസ്റ്റും കിട്ടിയോ? കിട്ടിയില്ലെണ്ണ. കപ്പ ആയില്ല മുളക് കിട്ടതും ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ്? എല്ലായിടത്തും തിരക്കിയോ? അതെങ്ങനാ? മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടൗൺ മുഴുവൻ തെണ്ടാനൊക്കോ? 2 പരിപ്പോടെയുണ്ട്. ഇത് തിന്നേച്ചേ കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ മതി. പരിപ്പോടെ? അതെ, പരിപ്പോടെ തന്നെ. മോശപ്പെട്ട ഒരവസ്ഥ വരുമ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ജബ്ബാറേ. അതെ, ജബ്ബാറ് തന്നെ. വേണമെങ്കിൽ കഴിച്ചാ മതി. ഒരയില മുളകിട്ടത്. കുറെ കാലമായില്ല അയില തിന്നാൻ തുടങ്ങിയിട്ട്. ഇതുവരെ മടത്തില്ലേ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അണ്ണാ, ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാഥയും പൊതുയോഗവും നടക്കുക. കറണ്ട് ഭാർഗവനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക. പാത്തും പതുങ്ങിയ ഞങ്ങൾ ഈ പരിപ്പിട തന്നെ ഒപ്പിച്ചത്. അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വല്ലവരും തിരിച്ചറിഞ്ഞാൽ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ്. അണ്ണാ, അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെത്രായി. ഇവിടുത്തെ കൊതുക് കടിച്ചിട്ടാണ് മേലാകെ ചൊറിച്ചില്ല. ഇനി അങ്ങോട്ട് എന്താവും ഒരെത്തും പിടിയില്ല. ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർബർ ഷോപ്പിൽ കയറി മൂടി പറ്റി അങ്ങ് വെട്ടിച്ചാലോന്ന്, ആളറിയാതിരിക്കാൻ. ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാ ഡോക്ടറെയും കാണാനില്ല. മണ്ടത്തരം പറയാതെന്നാ. ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിന്നാക്ക ചെയ്തത്? പിന്നെന്താണോ വഴി? പന്നികളെ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വേല ഇതാട്ടെ, എനിക്ക് നടുവേദനയുണ്ട്. അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറിക്കോളാം. ഈ കളി കഴിയുമ്പോ നടുവേദനയൊക്കെ താനേ മാറിക്കോളും. ഇവിടെ 30 വർഷമായി ഞാൻ ട്രപ്പീസ് കളിക്കാൻ തുടങ്ങിയിട്ട്. താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി. തുണി അലക്കാനും കക്കൂസ് ഇടാനും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന്നെ ഇവിടെ ആവശ്യമില്ല. ഓഡിയൻസിനെ നോക്കി കൈവീശി കാണിക്കണ കഴുതേ. മതി മതി, കേറങ്ങോട്ടോ. மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த பீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸின் എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം. ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നല്ലാതെ ആളനക്കം കാണാനില്ല. നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല. കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ. ഞാൻ റെഡിയാണ് മരിക്കാൻ. എന്താ കൊല്ലുന്നില്ലേ? ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല. ഞാൻ കാരണം ഡോക്ടർക്ക് യാതനകളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല എനിക്ക്. ഞാൻ ചികിത്സ തേടി വന്നതല്ല. ഇനി ഒരിക്കലും അതിന് ഞാൻ ഡോക്ടർ പുറകെ വരില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങാം. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്റെ വിധി. അത് അവിടെ വെച്ച് എനിക്ക് കിട്ടട്ടെ. ഡോക്ടർ നാട്ടിലേക്ക് വരും, പഴയ ജീവിതത്തിലേക്ക്. അത് പറയാമെന്നാ ഞാൻ. അതിന് വെറും സ്വപ്നമാണ്. ഞാൻ എങ്ങോട്ടുമില്ല. താൻ കൊല്ലുന്നുണ്ടെ കൊല്ലടോ. ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ ഡോക്ടറെ കൊല്ലാൻ ആരും വരില്ല. എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ ഞാൻ പറയുന്നത് വിശ്വസിക്കും. തന്നെ പോലൊരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്തിന്? കുറ്റബോധവും മാപ്പ് ചോദിക്കാനുള്ള ആഗ്രഹമൊക്കെ നന്മയുള്ള മനസ്സിലേ ഉറവെടുക്കൂ.
ഇത് സത്യമാണെങ്കിൽ കുറച്ചു നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടും വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം. ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം, നന്മയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവിറയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം. നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടൂ എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി. അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും. ശരിയാണ് ഡോക്ടർ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു. ഡോക്ടർക്കറിയാമോ, വിഷം കുടിച്ച എന്റെ അച്ഛൻ മരിച്ചു. എന്നെ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. എനിക്ക് ഓർമ്മ വെച്ചപ്പോ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു. കഞ്ഞി വെക്കുന്നത് അച്ഛൻ, അത് കോരിത്തരുന്നത് അച്ഛൻ, സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛൻ. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു. അമ്മാവന്റെ ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാൻഡിലുണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. ഒരേ ഒരു മകനല്ലേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു. അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത്. എന്നെ അവർ സ്കൂളിൽ അയച്ചതേ ഇല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ 3 വയസ്സുള്ള 2 കുട്ടികളെ ഞാൻ നോക്കണം. പിന്നെ അടുക്കള പണിയും ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. മിക്ക ദിവസം അവരെന്നെ അടിക്കും. തീക്കുള്ളി എന്റെ ദേഹത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമ്മ മരിച്ച വിവരത്തിന് കമ്പി വന്നിട്ട് അവരെന്നെ അറിയിച്ചില്ല. നാട്ടിൽ പോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സഹിക്ക വയ്യാതായപ്പോ ഒളിച്ചോടി. ആ യാത്ര അവസാനിച്ചത് ജയിലിൽ. അച്ഛൻ എന്നെ തിരക്ക് നാഗാലാൻഡിൽ പോയിരുന്നെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആ കുരുത്തം കെട്ടവൻ എവിടെയോ പോയി തുലഞ്ഞു കാണുമെന്ന് അച്ഛനോട് അവർ പറഞ്ഞു. അമ്മ മരിച്ച് തനിച്ചായ അച്ഛന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അധികം വൈകാതെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു. എപ്പോഴും നാട്ടിലെത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ മദിരാശിയിലെ ഒരു ഹോട്ടലിൽ 2 കൊല്ലം എച്ചിൽ കഴുകി സ്വരൂപിച്ചു വെച്ച പണവും കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നാഗാലാൻഡിൽ പോയി. എന്റെ അമ്മാവന്റെ മകളെന്ന് പറഞ്ഞവളെ ഞാൻ തല്ലി ചതച്ചു. അവളുടെ മൂക്കിന്റെ പാലം ഞാൻ ചവിട്ടി അരച്ചു. എതിരാളിയെ ആക്രമിക്കാൻ ശീലിച്ചത് അന്ന് മുതൽക്കായിരിക്കണം. അപ്പൊ അച്ഛനെ പറ്റി അന്ന് എന്നോട് പറഞ്ഞതൊക്കെ? അച്ഛനെ പറ്റി സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് അന്നങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഭാർഗവൻ, നല്ലവനായ അച്ഛന്റെ നല്ലവനായ മകനാണ് നിങ്ങൾ. ഇടയ്ക്ക് സംഭവിച്ചതെല്ലാം സാഹചര്യങ്ങൾ മാത്രം. ആ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാതെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അതെ ഡോക്ടർ, അതുതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ് ഡോക്ടർ. എന്ത് കെണിയായാലും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരെയും അനുവദിച്ചുകൂടാ. ഭാർഗവൻ അത് കഴിയണം. വേറെ പോംവഴികളില്ല. ഭാർഗവ, എന്നെ താൻ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ 20 കോടി കളഞ്ഞിട്ടും തന്നോട് ക്ഷമിച്ചവനാ ഞാൻ. കളഞ്ഞ 20 കോടി എങ്ങനെ ഉണ്ടായതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഞാൻ തർക്കിക്കാനില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഭീഷണിപ്പെടുത്തി ഇനി എന്നെ നിങ്ങളോട് നിർത്താമെന്ന് വിചാരിക്കണം. ഭീഷണിയുടെ ആവശ്യം എന്താണ് ഭാർഗവ? ഈ കണ്ണിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ? മരണമല്ലേ? അറിയാം മിസ്റ്റർ. ഊട്ടിയിലെ ബംഗ്ലാവിൽ സുഖവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഇയാളെ നിർദ്ദേശങ്ങൾ അയക്കുമ്പോ അവിടെ പല തവണ മരണത്തെ നേരിൽ കണ്ടവനാ ഞാൻ. ആ ഭയം എനിക്കിപ്പോ ഇല്ലടോ. എങ്കിൽ താൻ ഒരുങ്ങിക്കോ ഭാർഗവ. തന്റെ മുന്നിൽ വരാൻ എനിക്കിനി ഒരുങ്ങേണ്ട കാര്യമില്ലടോ. കാണാം നമുക്ക്. എന്നെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് രാമനാഥൻ തീർത്തു പറഞ്ഞു. അപ്പോ ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ. അതേ ഇനി നടക്കും. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി വൈകേണ്ട കാര്യമില്ല. അധികൃതരോടെല്ലാം തുറന്നു പറയണം. രാമനാഥന്റെ മുഖം മൂടി വലിച്ചു കീറണം.
കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് എടുത്തു. ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ? ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി. പറഞ്ഞോളൂ, പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. ആ, മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? 3 പേരെ ഞാൻ വന്ന് കണ്ടോളാം. എടോ ഭാർഗവ, ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല. പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും താൻ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് തോട്ടങ്ങളുണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും. പക്ഷേ തെളിവുണ്ടോ കയ്യിൽ? പോലീസും കോടതിയും തെളിവ് ചോദിക്കും. വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടിന്റെ താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിപ്പിക്കും? ബുദ്ധിയില്ലടോ തനിക്ക്, അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവര് മുൻപിൻ നോക്കാൻ അറിയാത്തവരാ. അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നി ചിതറും. അടിക്കാൻ കൈ പൊങ്ങിയാലല്ലേ ഭാർഗവ? എപ്പോഴെങ്ങനെയാണ് അടി വീഴുകയെന്ന് ഊഹിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ആഹാ, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാത്തിരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തന്നെ പോലെ കാക്കിക്കുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാർ ഈ നാട്ടിലുണ്ട്. അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല. കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേത് മാത്രമായ ഒരു കോടതിയായിരിക്കും നിന്റെ വിധി പ്രസ്താവിക്കുന്നത്. ആ വിധി സ്വൽപ്പം മോശമായിരിക്കും.